നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും കഴിഞ്ഞ 3-4 മാസമായിട്ട് പലവിധത്തിലുള്ള ചികിത്സകളും കൃത്യമായിട്ട് ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ യാത്രകളെല്ലാം തന്നെ പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണ വിജയം കൈവരിക്കുവാനും സൽകീർത്തിക്കും അതിലുപരി ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ ഭാഗമായിട്ട് നിലവിലുള്ള രാജ്യത്തിൽ നിന്നും മാറി മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. പൂർവാർജിതമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി തുടങ്ങിയാലോ എന്ന തോന്നലുണ്ടാകും. എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രപ്രകാരം പ്ലാനിന് പരിവർത്തനങ്ങളൊക്കെ നടത്തി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് 1-2 ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സ്വയംഭരണ അധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും. പുതിയ കരാർ ജോലികൾ, അതായത് ഒരുപക്ഷെ 2025 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ക്രമാനുഗതമായിട്ട് മാത്രമേ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മടക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ആശയവിനിമയം നടത്തുവാനും ഇതിന്റെ വെളിച്ചത്തിൽ സ്വന്തമായിട്ട് നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ നിർണായകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ദേഹത്തിന്റെ ഉഷ്ണ രോഗപീഠകൾക്കെല്ലാം ആശ്വാസം ഉണ്ടാവും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹ്രസ്വകാല വിളകൾക്ക് അനുസരിച്ചുള്ളതായിട്ട് കൃഷി രീതികളായിരുന്നു. എന്നാൽ ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സമൂഹത്തിൽ ആദരണീയ സ്ഥാനം ലഭിക്കുവാനിടവരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. മനസ്സിന്റെ വ്യാകുലതയുള്ളവർക്ക് വേണ്ടപ്പെട്ടതായിട്ട് നിർദ്ദേശം നൽകുവാൻ അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങളെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് യാത്രകൾ വേണ്ടിവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനും ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിലെ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചകളൊക്കെ കഴിഞ്ഞ 2 മാസം കഴിഞ്ഞു. അടുത്ത 2ാമത്തെ ചർച്ച എന്നുള്ളത് ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുവാനും അതിനൊരു തീരുമാനം ഉണ്ടാകുവാനും ഇടയുണ്ട്. വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തികളെല്ലാം അതിജീവിക്കാൻ സാധിക്കും. തീരുമാനിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും കൂടുതൽ മനനം ചെയ്തുകൊണ്ടും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ് ധ്രുവീകരിച്ചുകൊണ്ടും എല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കും. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. അപകീർത്തി ഒഴിവാക്കുവാനായിട്ട് പണം ഇടപാടുകളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിയുടെ നാട്ടിൽ ജീവിത പങ്കാളിക്ക് അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് ലഭിക്കുന്നു എന്നറിഞ്ഞതിനാൽ ആശങ്കയും ആശ്വാസവും ഒരേപോലെ ഉണ്ടായിത്തീരുവാനിടയുണ്ട്.
ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും സുതാര്യതയുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നും പിന്മാറുവാനോ അല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ അവസരമുണ്ടാകും. മുൻകോപം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മേലധികാരികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി മെയ് മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ചതിലുപരി മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം മാർച്ച് മാസത്തിൽ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഉദ്ദേശിച്ച പോലെ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഭാവിയിലേക്ക് ഉപരിപഠനത്തിന് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പ്രവേശനം ലഭിക്കും എന്ന ആശ്വാസത്തോടുകൂടി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 മാസമായി പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. ഒരു ദീർഘകാല പദ്ധതി ആയതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ തുടക്കം കുറിക്കുവാനും മെയ് മാസത്തിന് ശേഷം അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തിച്ചു വരുവാനും സാധ്യതയുണ്ട്. വിഷയാവതരണത്തിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങളും വിജയ സാധ്യതകളും അംഗീകാരവും ലഭിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പലപ്പോഴും പ്രലോഭനങ്ങളിൽ നിന്നും പിന്മാറി യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും കാര്യക്ഷമമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനും സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഒരുപക്ഷെ ഉദ്യോഗ സ്ഥലത്ത് നിന്നും വിദേശത്തേക്കുള്ള ഒരു ഉദ്യോഗ സാധ്യതകളായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സംഭവബഹലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരാം എന്ന ധാരണയോടുകൂടി തന്നെ അതിനുള്ള കരാറ് ഒപ്പുവയ്ക്കുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. നിയമനിർവഹണത്തിൽ കാര്യപ്രസക്തമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യത കാണുന്നു. ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. ഒരു വർഷത്തിന്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ദഹന പ്രക്രിയകൾക്ക് വളരെ കുറവുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും ലളിതമായിട്ടുള്ള ഭക്ഷണ രീതി ക്രമങ്ങൾ അനുവർത്തിക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. സാമ്പത്തിക ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴിയും ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ കടം വാങ്ങുവാനുള്ള സാധ്യതകളിൽ നിന്നും പിന്മാറുവാനും മിച്ചം വയ്ക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. വിദേശത്തുള്ളവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് നിലവിലുള്ള രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക്
കഴിഞ്ഞ മാസം തന്നെ അപേക്ഷകൾ ജോലിക്ക് നൽകിയിരുന്നു. അതിനുള്ളൊരു അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. മാതാവിന്റെ അസുഖം നിമിത്തം ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം വലിയൊരു വീട് വാടകയ്ക്ക് എടുക്കുവാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുവാൻ തയ്യാറെടുക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിൽപ്പന ഉദ്ദേശത്തോടു കൂടിയതായിട്ടുള്ള ഭൂമിക്ക് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം വന്നു ചേരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വളരെ സമയപരിധിക്കൂടി തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. കലാസാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സ്വയം നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കുവാനിടവരും. ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങൾ സഫലമാകുന്നത് വഴി ആശ്വാസത്തിനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്നും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിലും അവരെ ഗുണഘോഷിക്കുവാനായിട്ട് വേണ്ടപ്പെട്ടവരെ പറഞ്ഞയക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും പുതിയ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പങ്കാളിയാക്കി വിപുലമാക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിന്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. പലപ്പോഴും സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരുപക്ഷെ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കാം ഉണ്ടാവുക. പക്ഷെ എല്ലാം തന്നെ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഈ മാസം പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കരാറ് ജോലികൾ, നിക്ഷേപ സമാഹരണ യജ്ഞം, തൊഴിൽ മേഖലകൾ ഇവയെല്ലാം തന്നെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.